ദേശീയ രാഷ്ട്രീയത്തിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ BJPയെ ഭരണത്തിൽ നിന്നും ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിക്ക് ആകെ 55 സീറ്റിൽ മത്സരിക്കുന്ന CPM എന്ത് ചെയ്യാൻ സാധിക്കും? അതിൽ 22 സീറ്റുമാർ മത്സരിക്കുന്നത് ബംഗാളിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ്. ആ ഒരു CPM എത്രത്തോളം വിജയസാധ്യതയുണ്ട്? അപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ BJPയെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ, പിണറായി വിജയന് പോലും കേരളം ശരിക്കും ഭരിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വരണം. എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കും. നിങ്ങൾക്ക് എന്തായാലും 2021 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ 2026 വരെ പോകുമല്ലോ, അത് ഞങ്ങൾക്കറിയാം. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മകൾ വീണയെ പിടിക്കാതെ, അദ്ദേഹത്തിന് ജയിലിൽ പോകാതെ ഭരിക്കാൻ കഴിയണമെങ്കിൽ പോലും EDയെയും ITയെയും ഉപയോഗിച്ച് ഈ നാട്ടിലെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാതെ, ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ കടലിലെറിയാതെ, ഇവിടുത്തെ ഫെഡറൽ തത്വങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഭരിച്ചു പോകണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഇന്ത്യ അധികാരത്തിൽ വരണം. കേരളത്തിന്റെ ബൗണ്ടറി കഴിഞ്ഞാൽ കോയമ്പത്തൂരിന് അപ്പുറത്തേക്ക് ചെന്നാൽ, ഇവിടെ ഗൂഡല്ലൂരിന് അപ്പുറത്തേക്ക് ചെന്നാൽ രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് CPM ഫോട്ടോ ഇല്ല, പ്രകാശ് കാരാട്ടിന്റെ ഫോട്ടോ ഇല്ല, അവിടെയുള്ളത് മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയാണ്. അങ്ങനെയുള്ള അഫ്സൽ നീതി കാണിക്കണം കോൺഗ്രസിനോട് എന്നാണ്. പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന് കൊടിയെടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ആണ് ബദൽ എന്ന് നിങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് സർക്കാരുകൾക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ, ഇവരുടെ മുഴുവൻ ആക്രമണത്തിനുമെതിരെ നെഞ്ചു വിരിച്ച് ഇന്ത്യയുടെ നെടുകയും ഞാൻ ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയുമ്പോൾ എന്തിനാണ് CPM പ്രതിനിധിക്ക് പൊള്ളുന്നത്? എനിക്കത് മനസ്സിലാവില്ല. അത് അഫ്സലിന് അറിയില്ല എങ്കിൽ സീതാറാം യെച്ചൂരിയോട് ചോദിക്കുക, വൃന്ദ കാരാട്ടിനോട് ചോദിക്കുക, പ്രകാശ് കാരാട്ടിനോട് ചോദിക്കുക, ഏറ്റവും മിനിമം MA ബേബിയോടെങ്കിലും ചോദിക്കുക. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലേ എന്ന്. ഇന്ത്യ മുന്നണി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ, റാലികളിൽ CPM നേതാക്കന്മാർ ഉണ്ടോ ഇല്ലയോ എന്ന ഫോട്ടോ പരിശോധിക്കുക. അപ്പോൾ മനസ്സിലാകും രാഹുൽ ഗാന്ധി പോരാടിയിട്ടുണ്ടോ എന്ന്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി 2019 മുതൽ ഏറ്റവും അവസാനം മുംബൈയിലെ മഹാറാലിയുടെ സമാപനം വരെ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇവര് ഇങ്ങനെ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനാണെങ്കിൽ നല്ല ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സീറ്റൊക്കെ വീതം വെച്ച് നിങ്ങൾ ആ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുന്നതായിരുന്നു നല്ലത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഈ തർക്കം ഉണ്ടായില്ല. അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടോ, ഇവിടെ യെച്ചൂരി ഉണ്ടോ, ഈ തർക്കത്തിന് പറയട്ടെ അല്ല BJP എവിടെ നോക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അയക കണ്ടേ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ.